ഫ്രണ്ട്സ്, ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. അപ്പോൾ ഇന്ന് എനിക്ക് വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ്. കാരണം എൻ്റെ പ്രിയ സുഹൃത്തുക്കളായ ശ്രീ രാജേഷ് താരോദയവും അരുൺ മാത്യുവും ചേർന്ന് ഒരു സിനിമ ഇന്ന് നമ്മുടെ തൊടുപുഴ സിൽവർ ഹിൽസ് സിനിമാസിൽ പ്രിവ്യൂവിന് ഒരുങ്ങുകയാണ്. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്കാണ് നമ്മളുടെ ഷോ നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. നമുക്ക് സിനിമ കണ്ടതിന് ശേഷം അതിൻ്റെ അഭിപ്രായവും കാര്യങ്ങളുമൊക്കെ അറിയാം. അപ്പോൾ എല്ലാവരും റെഡിയല്ലേ? ഈ വീഡിയോ തീരുന്നിടം വരെ കാണുക. നമുക്ക് ആ സിനിമയുടെ എല്ലാ വിശേഷങ്ങളും പങ്കുവയ്ക്കുന്നതായിരിക്കും. താങ്ക് യു. അരുൺ സാർ, നമസ്കാരം. നമസ്കാരമുണ്ട്. നമ്മളുടെ സിനിമയുടെ പ്രിവ്യൂ ഇന്നിവിടെ നടക്കുകയാണല്ലോ. അതെ. അപ്പോൾ സാറ് ഈ സിനിമയുടെ നിർമ്മാണത്തിലേക്കും അതിൽ നല്ലൊരു വേഷവും കൈകാര്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള വിശേഷങ്ങളൊന്ന് പങ്കുവയ്ക്കൂ. നമ്മൾ ഒരുപാട് നാളുകളായിട്ട് സിനിമയുടെ പുറകെയായിരുന്നു. അപ്പോൾ നമ്മൾ നമ്മുടെ തൊടുപുഴയുള്ള സുഹൃത്തുക്കളും ഒക്കെ ആയിട്ട് ചേർന്നുകൊണ്ടൊരു ചെറിയൊരു മൂവിയാണ് നമ്മൾ ചെയ്തത്. അത് വലിയൊരു മൂവിക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ്.
സന്തോഷ് ജി നമ്മളെ പടം കണ്ടിട്ട് എങ്ങനെയുണ്ട്? നല്ലവനാണ്. രാജേഷിൻ്റെ ബുദ്ധിമുട്ട് നല്ല അടിപൊളിയാണ്. എന്തായാലും ഇനിയും പുതിയ പുതിയ പ്രോജക്റ്റുകൾ രാജേഷ് ചെയ്യാനുള്ള എല്ലാ അനുഗ്രഹങ്ങളും. ഗോഡ് ബ്ലസ്. താങ്ക് യു രാജേഷ്. വന്നിട്ടുണ്ട്, വളരെ നന്നായിട്ടുണ്ട്. സാറേ പടം എങ്ങനെ ഉണ്ടായിരുന്നു? പടം പടത്തെ കുറിച്ചൊന്ന് പറഞ്ഞു. ഓക്കെ. ബെനിച്ചേട്ടൻ ബെനിച്ചേട്ടാ പടം എങ്ങനെ ഉണ്ടായിരുന്നു? താങ്ക് യു. ബെനിച്ചേട്ടാ പടത്തിനെ കുറിച്ചൊരു നല്ല അഭിപ്രായം ഇഷ്ടപ്പെടും. ഷൈക നമ്മുടെ പടം എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാവരും വർക്ക് ചെയ്തിട്ടുണ്ടോ? അതെ. എന്തായിരുന്നു നമ്മുടെ പടത്തെ കണ്ടിട്ട്, തിയേറ്ററിൽ കണ്ടിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു? സാർ ഒന്ന് പറയൂ. നിങ്ങളെ റിവ്യൂ പറയാതെ എങ്ങനെയുണ്ടാ പടം? തിയേറ്ററിൽ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടാ? കുഴപ്പമില്ല, സൂപ്പർ, നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ. നമ്മുടെ നാട്ടിൽ നടക്കുന്ന ചെറിയ സംഭവത്തെക്കുറിച്ച് വളരെ വലിയ താരതമ്യമൊന്നുമില്ല, പക്ഷേ എനിക്കും ഒരു സാധാരണ എൻ്റെ സുഹൃത്ത് രാജേഷ് താരോദയം അരുൺ കൂടി ചെയ്ത വർക്ക് വളരെ മനോഹരമായി തന്നെ നല്ലൊരു പിക്ചർ കാണാൻ പറ്റി. വളരെ മനോഹരമായി തന്നെ ആ പിക്ചർ ചെയ്തിട്ടുണ്ട്. അതിൽ ഓരോ സീക്വൻസും നമുക്ക് വളരെ നമ്മുടെ മനസ്സിനെ പിടിച്ച് ഉലയ്ക്കുന്ന ഒരു സംഭവം തന്നെയായിട്ട് മാറിയിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ അകത്ത് നായികയായിട്ട് അഭിനയിച്ച പുള്ളിക്കാരി, അതുപോലെ ആമിന ടീച്ചർ വളരെ മനോഹരമായി തന്നെ, ഇതാണ് ആമിന ടീച്ചർ വളരെ മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി സംഭവമാണ്. വലിയ കുഴപ്പമില്ല കേട്ടോ, നല്ലപോലെയുണ്ട്. അരുൺ എൻ്റെ സുഹൃത്താണ്, നല്ലപോലെ വലിയ പോരാട്ടങ്ങളൊന്നുമില്ല. ഈ നമുക്ക് കയറി വരാവുന്നതാണ്, നല്ല സാധ്യതയുള്ളതാണ്. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ചെറിയ കുറവ് കൂടി വെച്ച് നന്നായിട്ട് ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ. താങ്ക് യു. പടം എങ്ങനെ ഉണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടു? നല്ലൊരു സിനിമയായിരുന്നു. ഒരു ഫാമിലി എൻ്റർടൈനിങ് ഫിലിമായിരുന്നു. അതിൽ ഒന്ന് രണ്ട് ക്യാരക്ടർ പ്രത്യേകം എടുത്തു പറയേണ്ടതുണ്ട്. പിന്നെ ഞാനതങ്ങ് എടുത്തു പറഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ലല്ലോ. എന്നാലും വളരെ പെർഫെക്റ്റ് സിനിമയായിരുന്നു. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ അഭിനേതാക്കൾക്കും എൻ്റെ പ്രത്യേക അഭിനന്ദനങ്ങൾ. എന്ത് പറയാനായിട്ട് എൻ്റെ കഴിവല്ല, ക്യാമറമാൻ്റെയും സംവിധായകൻ്റെയും ഒക്കെ കഴിവാണ്. അല്ലാതെ നമ്മൾ ജീവിതത്തിലൊരു ഭാവമാണ് കേട്ടോ. ചേട്ടാ കലക്കിയുണ്ട്, നല്ല പരിപാടി. പടം എങ്ങനെയുണ്ടോ? സൂപ്പറായിട്ട് ചെയ്തു. ഓക്കെ. ഓക്കെ. പടം എങ്ങനെ ഉണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? ഓക്കെ. എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ടല്ലേ ക്യാരക്ടേഴ്സെല്ലാം? അജാ എങ്ങനെ ഉണ്ടായിരുന്നു? ഓക്കെ. അരുൺ സാർ എങ്ങനെയുണ്ടായിരുന്നു പടത്തിൻ്റെ റിവ്യൂ? ആളുകൾ എങ്ങനെ പറയുന്നു? നമ്മൾ ഉദ്ദേശിച്ചേക്കാളും കൂടുതൽ ആളുകളൊക്കെ ഹൗസ്ഫുള്ളാണ്. അതുകൊണ്ട് തന്നെ നല്ല മൂവിയാണെന്നാണ് ആൾക്കാരുടെ പൊതുവെയുള്ള ഇനി പുതിയ പ്രോജക്റ്റുകൾ വേറെ ഏതെങ്കിലും? ഇപ്പോൾ നമ്മൾ പുതിയൊരു ആക്ഷൻ പണി വേറെ ഒരു പ്രോജക്റ്റുകൾ പ്ലാനിങ് ഉണ്ട്. അപ്പോൾ ഉടനെ ചെയ്യാൻ പോകുന്ന ആക്ഷൻ പണിയാണ്. ഓക്കെ. പടം കണ്ടിട്ട് എങ്ങനെയുണ്ടായിരുന്നു? പടം ഇഷ്ടപ്പെട്ടോ? നന്നായിട്ട് ചെയ്തിട്ടുണ്ടോ അല്ലേ? ഓക്കെ. എങ്ങനെയുണ്ടോ? ഇഷ്ടപ്പെടും? ഓക്കെ. എങ്ങനെയുണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ?
എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇന്ന് ജീവാംശം എന്നൊരു സിനിമ നമ്മുടെ റിലീസായ നമ്മുടെ തൊടുപുഴ തിയേറ്ററിന് പേരുന്ന സിൽവർ ഹിൽസിൽ റിലീസിംഗ് ആണ്. നമ്മളെല്ലാവരും ഒത്തുകൂടി, കുടുംബാംഗങ്ങളും നമ്മുടെ കൂട്ടുകാരും എല്ലാവരും ഒത്തുകൂടിയ ദിവസമാണ്. അപ്പോൾ പ്രത്യേകം പറയാനുള്ളത്, നമ്മുടെ രാജേഷ് താരോദിയാണ് ഡയറക്ടർ, അരുൺ ആണ് പ്രൊഡ്യൂസറും ഇതിൻ്റെ നായകനുമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാ കഥാപാത്രങ്ങളും നമ്മുടെ നായികയുണ്ട്, നമ്മുടെ സീനിൽ അഭിനയിച്ച് നമ്മുടെ സിനിമയിലുള്ള നമ്മുടെ സന്ധ്യ ചേച്ചിയുണ്ട്, കുടുംബാംഗങ്ങളുണ്ട്, നമ്മുടെ സന്തോഷ് മാത്യുണ്ട്, ഡാൻസർ തൊടുപുഴ, നമ്മുടെ അച്ചായനുണ്ട്, ഷായിച്ചേനുണ്ട്, അതിന് എല്ലാ സുഹൃത്തുക്കളും ഉണ്ട്. പ്രത്യേകം എനിക്ക് കുടുംബാംഗങ്ങളോടാണ് നന്ദി പറയാനുള്ളത്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത്രയും പ്രോത്സാഹനം രാജേഷിൻ്റെ അച്ഛനുണ്ട്, അമ്മയുണ്ട്, സഹോദരനുണ്ട്, പിള്ളേരുണ്ട്, എല്ലാവരും തിയേറ്ററിൽ നിന്ന് കണ്ടു. അതുപോലെ നമ്മുടെ അരുൺചേട്ടൻ്റെ ഫാമിലി എല്ലാവരും ഉണ്ട്, നമ്മുടെ സുഹൃത്തുക്കളെല്ലാവരും ഉണ്ട്. സുഹൃത്തുക്കളെ ഏറ്റവും വലുത് നമ്മുടെ കുടുംബാംഗങ്ങളുടെ പ്രസൻ്റാണ് അല്ലേ. അപ്പോൾ അത്രയും പ്രോത്സാഹനം ഇനിയും ഇനിയുള്ള പഠനത്തിന് എല്ലാത്തിനും കൊടുത്ത് എല്ലാവരും എൻജോയ് അല്ലേ. എല്ലാം കൊണ്ട് വിജയമായിരുന്നു. ഒരുപാട് ആൾക്കാർ ഉണ്ടായിരുന്നു, കൂടെ ഒരുപാട് സുഹൃത്തുക്കളും കണ്ടുപിട്ടാൻ പറ്റുമെങ്കിൽ നമ്മുടെ പുതിയ മൂവിയിലേക്ക് നമുക്ക് അത്യാവശ്യം വേഷങ്ങൾ കൊടുക്കാൻ പറ്റിയ ആളുകൾ നമുക്ക് നോക്കാം. രീതിയിൽ താങ്ക് യു.